അതിവൈകാരികമായ ഒരു വിശുദ്ധ ബലിയർപ്പണത്തിനായിരുന്നു മെക്സിക്കോ സാക്ഷ്യം വഹിച്ചത്. വൈദികനായി അഭിഷിക്തനായ ശേഷം ആദ്യമായി ആ നവവൈദികൻ ബലിയർപ്പിച്ചത് സ്വന്തം അമ്മയുടെ മൃതകുടീരത്തിന് അരികിൽ നിന്നുകൊണ്ടായിരുന്നു. ഫാദർ കാർലോസ് എലീനോ ഗാർസിയയാണ് ഇക്കഴിഞ്ഞ ജൂലൈ 1 തന്റെ ആദ്യ ദിവ്യബലിയർപ്പണത്തിലൂടെ ലോകശ്രദ്ധ നേടിയത്. അദ്ദേഹത്തിന്റെ ജന്മനാടായ മെക്സിക്കോയിലെ ജാലിനിസ്കോ സംസ്ഥാനത്തെ സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ വെച്ചായിരുന്നു ഫാദർ കാർലോസ് ജൂൺ 30 വൈദികനായി അഭിഷിക്തനാകുന്നത്. തൊട്ടടുത്ത ദിനം രാവിലെ ബന്ധുക്കൾക്കൊപ്പം അമ്മ റാക്വൽ സാന്റാനയെ അടക്കം ചെയ്ത സെമിത്തേരിയിലേക്ക് പോവുകയും അതിന് തൊട്ടരികിൽ നിന്നുകൊണ്ട് തന്റെ ആദ്യത്തെ ദിവ്യബലിയർപ്പണം നടത്തുകയും ചെയ്തു. 2018 സാന്റാന നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ച ഘട്ടത്തിൽ അമ്മ ആ തീരുമാനത്തെ ആദ്യം എതിർത്തിരുന്നെങ്കിലും പിന്നീട് എന്റെ പൗരോഹിത്യത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ അമ്മയായിരുന്നുവെന്ന് ഫാദർ ഗാർസിയ പറയുകയുണ്ടായി. ഒരു വിശുദ്ധനായ വൈദികനാവണം, പിന്തുണച്ച ആളുകളെ മറന്നുകളയാത്ത, പ്രത്യേകിച്ച് ദരിദ്രർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വൈദികനായിരിക്കണം താനെന്ന് അമ്മ 1000 തവണ പറഞ്ഞതായി ഫാദർ ഗാർസിയ ഓർത്തെടുത്തു. ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞപ്പോൾ അമ്മ സ്വർഗത്തിലിരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമാണ് വലിയ നഷ്ടത്തിലും എന്നെ തളർത്താതെ മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നിരുന്നാലും തന്റെ കുടുംബം ആ ദുഃഖത്തിൽ നിന്ന് ഇനിയും കരകയറിയിട്ടില്ലെന്നും ഫാദർ ഗാർസിയ പറയുന്നു.